സമസ്തയാണ്. ആ സമസ്തയിൽ 60ാം വാർഷിക സമ്മേളനത്തോടുകൂടെ ശംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള ഈ ഹൃദയബന്ധം കേരളത്തിൽ സമസ്തയെ ശക്തിപ്പെടുത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ പിന്നെ സമസ്തയുടെ ശത്രുക്കൾ കണ്ടെത്തിയ അജണ്ട എന്താണ്? AP ഉസ്താദിനെ EK ഉസ്താദിനെ ഒന്ന് തമ്മിൽ തെറ്റിക്കണം. AP ഉസ്താദിനെ EK ഉസ്താദിനെ ഒന്ന് തമ്മിൽ തെറ്റിക്കണം. അതിനുവേണ്ടി നിരന്തരമായി ഫിത്നകൾ പറഞ്ഞ് നിഷ്കളങ്കരായ ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച ആദ്യഘട്ടങ്ങളിൽ ശംസുൽ ഉലമ പിടിച്ചു നിന്നു. അങ്ങനെ AP ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു ആരോപണം അരീക്കാട് പള്ളിയുടെ പേരിൽ AP ഉസ്താദ് പണം കെട്ടു എന്ന് പറഞ്ഞതാണ്. സഹോദരന്മാരെ, ശംസുൽ ഉലമ അന്നും ഇന്നും എന്നും അരീക്കാട് പള്ളിയിൽ AP ഉസ്താദ് ഒരു കാശ് കട്ടു എന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇക്കമ്പനി അന്നും ഇന്നും എന്നും അതെന്നെ പറയുന്നുണ്ട്. അതാണ് ബലും സമസ്തയും തമ്മിലുള്ള ബന്ധം. പണ്ടൊരു കുട്ടി പറഞ്ഞില്ല, ഞാൻ ഉസ്താദ് ഒരുവില്ല, ഉസ്താദിന് ഓതിയത് ഓതാത്തൊക്കെ കിട്ടും, എനിക്ക് ഓതിയത് ഓതാത്തവും കിട്ടൂല. ഇതാണ് ബലും ശംസുൽ ഉലമയും തമ്മിലുള്ള ബന്ധം. ഇരിക്കട്ടെ, അങ്ങനെ മഹാനായ ശംസുൽ ഉലമ ഒരു ഘട്ടത്തിൽ കാലിടറിപ്പോയി. നിഷ്കളങ്കരായ ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കക്ഷികൾക്ക് സാധിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമയ്ക്കെതിരാണ് കാന്തപുരം ഉസ്താദ് എന്ന് വരുത്തി തീർക്കാൻ ചെറുതും വലുതുമായ ഫിത്നകൾ ആ പണ്ഡിതന്റെ ചെവിടുകളിൽ മന്ത്രിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ശംസുൽ ഉലമ കാന്തപുരം ഉസ്താദുമായി അകന്നുപോവുകയാണ്. എന്നതിന്റെ പേരിൽ ശംസുൽ ഉലമ മോശക്കാരനാണ് എന്ന് ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കൽ ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ അജണ്ടയല്ല. എന്തുകൊണ്ട്? പഴയകാല ആലിമീങ്ങളുടെയും സ്വഹാബികളുടെയും ഇടയിൽ സമാനമായ ഭിന്നതകൾ ഉണ്ടായപ്പോൾ മുസ്ലിം സമുദായം അതിൽ സ്വീകരിച്ച പക്വമായൊരു നിലപാടുണ്ട്. അവരുടെ ഭിന്നതകൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾക്ക് പ്രാധാന്യം നൽകുകയും ആ ഭിന്നതകളിൽ കാലാകാലവും കക്ഷി ചേരാത്ത സാഹചര്യം മറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ്. പിന്നെയോ ശംസുൽ ഉലമയെ മറ്റു ചില കാരണങ്ങളാലും ഞങ്ങൾ ആ വിഷയത്തിൽ പ്രതിയായി തെരുവിൽ വലിച്ചിടാറില്ല. അതിന്റെ കാരണം ഞാൻ പുറകിൽ പറയുന്നുണ്ട്. അങ്ങനെ ശംസുൽ ഉലമയും AP ഉസ്താദും തമ്മിൽ തെറ്റിയപ്പോ കേരളക്കാര് കണ്ടൊരു തമാശ ഉണ്ട്. എന്താണ് ആ തമാശ? നിങ്ങള് പണ്ട് കാലത്ത് ശംസുൽ ഉലമ നയത്തിന്റെയും നിലപാടിന്റെയും കൂടെ ഉറച്ചു നിന്നപ്പോ ശംസുൽ ഉലമയെ വേദനിപ്പിക്കുകയും കണ്ണുനീര് കുടിപ്പിക്കുകയും ചെയ്ത സകല കക്ഷികളും EK ഉസ്താദിന്റെ കൂടെ. ആരാ? ഒന്ന്, പട്ടിക്കാട് ജാമിയയിൽ മുദർരിസായി സേവനം ചെയ്തിരുന്ന ശംസുൽ ഉലമയെ പുകച്ചു പുറത്തുചാടിച്ച് മാന്യമായൊരു ദർസ് നടത്താൻ കാസർഗോഡ് പൂച്ചക്കാട്ടേക്ക് ശംസുൽ ഉലമക്ക് വണ്ടി കയറേണ്ട ഗതികേടുണ്ടാക്കിയ ഒരു ഭൗതിക രാഷ്ട്രീയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പേരൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഈ തർക്കങ്ങളിൽ ഇപ്പോൾ താല്പര്യമില്ല. അവരെ നമ്മളിതിൽ കക്ഷി ചേർക്കാൻ അവർക്കും ആഗ്രഹമില്ല, നമുക്കും താല്പര്യമില്ല. അങ്ങനെ ശംസുൽ ഉലമയും AP ഉസ്താദും രണ്ടായി തെറ്റിയപ്പോൾ EK ഉസ്താദിന്റെ കൂടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനം. പിന്നെ ഇപ്പൊ ബലിങ്ങനെ തെരുവുന്നേ എസ്കക്കാർക്ക് തീരെ സഹിക്കാത്തൊരു സംഗതി നമ്മൾ ശംസുൽ ഉലമക്ക് ദ്വാരക്കണതാ. ഇങ്ങനെ ഉണ്ടാകും ഒരണികള്. അങ്ങനെ ഒരു ചോദിക്ക, എന്നെ ഇപ്പൊ ഇങ്ങക്ക് ഈക്ക നന്നായി, ഞങ്ങളത് പറഞ്ഞുതരാം, ഇങ്ങക്ക് എന്നെ നന്നായി, ഇങ്ങക്ക് എന്നെ ഈക്ക നന്നായി. രാഷ്ട്രീയത്തിൽ ഉലമ ശംസുൽ ഉലമയായ പോലെ എങ്ങനെയാ? പിന്നെ EK ഉസ്താദിന്റെ കൂടെ ഉണ്ടായ ആളാരങ്ങൾ KV കൂറ്റനാട്. ഖുർആൻ പരിഭാഷ പാടില്ലെന്ന് സമസ്തന്റെ സെക്രട്ടറി പറഞ്ഞപ്പോ ചോദ്യം ചെയ്യപ്പെടാത്ത സമസ്തന്റെ സെക്രട്ടറിക്കെതിരെ ദ്വന്ദ്വയുദ്ധം പ്രഖ്യാപിച്ച് തുടർലേഖനങ്ങൾ എഴുതിയ പണ്ഡിതൻ KV കൂറ്റനാട്. AP ഉസ്താദും EK ഉസ്താദും തെറ്റിയപ്പോ EK ഉസ്താദിന്റെ കൂടെ. ഇതൊക്കെ സത്യാണ് മക്കളെ. ഞാൻ ഈ പറയുന്ന വരികളിൽ ഒരു കേലിമത്ത് കളവുണ്ടെന്ന് പറയാൻ കഴിയുന്നവർക്ക് ഇനിയൊരു മുഖാമുഖത്തിന് കാത്തുകണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അത്രയേയുള്ളൂ. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ നിങ്ങൾ കിട്ടിയ സനതൊക്കെ ആദ്യം ഒന്ന് സ്വീകരിക്കും, എന്നിട്ട് അടുത്ത സനതി നമുക്ക് പറയാം. കിട്ടിയ സനത് സ്വീകരിക്കും. സഹോദരനെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. പിന്നെ നിങ്ങൾ അടിച്ച നോട്ടീസല്ലേ, മറുപടി ഉണ്ടാവും. നിങ്ങൾ അവിടെ നിൽക്കി സമയം കിട്ടുന്നതിനനുസരിച്ച് സുബൈ വരെ പറയാൻ ടൈം കിട്ടിയ അത്രത്തോളം പറയും. ഇരിക്കട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. പിന്നെ പറഞ്ഞാളോ നിങ്ങൾ എന്നെ പേടിച്ച് പിത്തനക്ക് കരുതുങ്ങൾ. ഇരിക്കട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്.
മഹാനായ ശംസുൽ ഉലമയുടെ കൂടെ പിന്നാരണ്ടതിന് തൃശൂർ ജില്ലാ കാളിയായി ശംസുൽ ഉലമ നിശ്ചയിക്കപ്പെടുമ്പോ കോഴിക്കോട് ജില്ലാ കാളിയായി കാന്തപുരം ഉസ്താദ് നിശ്ചയിക്കപ്പെട്ടപ്പോ കാന്തപുരം ഉസ്താദിനെതിരെ എന്തൊക്കെ നാട്ടികവി മുസ്ലിയർ പ്രസംഗിച്ചുക്കണോ അതൊക്കെ തൃശൂർ ജില്ലാ കാളിയായി പണ്ട് ശംസുൽ ഉലമ നിശ്ചയിക്കപ്പെട്ടപ്പോ ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ച നേതാവ് നാട്ടികവി മൂസ മുസ്ലിയാർ. അയാളും ആരെ കൂടെ? ഇ കെ ഉസ്താദിന്റെ കൂടെ. പിന്നാരാ ഇ കെ ഉസ്താദിന്റെ കൂടെ? സുന്നി വിരുദ്ധ ലേഖനം എഴുതിയതിന്റെ പേരിൽ തൊട്ടാ ഏയട്ടം കുളിച്ചണമെന്ന് പറഞ്ഞു മാറ്റി നിർത്തപ്പെട്ട സെയ്ദ് മുഹമ്മദ് നിസാമി, അയാളും ഇ കെ ഉസ്താദിന്റെ കൂടെ. പിന്നെ ആരാ ഇ കെ ഉസ്താദിന്റെ കൂടെ? പിന്നെ ആലിബാബയും 40 കള്ളന്മാരും പറഞ്ഞ് ലേഖനം എഴുതിയ വലിയ ആള് ശംസുൽ ഉലമ സെക്രട്ടറിയും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റുമായ സമസ്തക്കെതിരെ ഉള്ളാളത്തെ പാപ്പ വൈസ് പ്രസിഡന്റും കാന്തപുരം ഉസ്താദ് ജോയിന്റ് സെക്രട്ടറിയുമായ സമസ്തക്കെതിരെ ആലിബാബയും 40 കള്ളന്മാരും എന്ന് ലേഖനം എഴുതിയ മുസ്തഫൽ ഫൈസി മുഷാവറ അന്തരിച്ചു എന്ന് എഡിറ്റോറിയൽ എഴുതിയ അൽ മുബാറക്കിന്റെ പിതാവ്, അതുപോലെ സമസ്ത മുഷാവറയിലെ മെമ്പർമാര് കൈക്കൂലിക്കനുസരിച്ച് ഫത്വ കൊടുക്കുന്നവരാണെന്ന് അഭിഭക്ത സമസ്തയെ സംബന്ധിച്ച് ലേഖനം എഴുതിയ മുസ്തഫൽ ഫൈസി ഈ പുസ്തകവും ആമന്തളിയും കൂടിയായപ്പോ കോറം തേഞ്ഞ്. ഇതാണ് സഹോദരന്മാരെ ഉണ്ടായിരുന്നത്. മഹാനായ ശംസുൽ ഉലമ മഹാനായ പണ്ഡിതനാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൽകൾ മുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹ് പരിഹരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ശംസുൽ ഉലമ എ പി ഉസ്താദുമായി അകന്നപ്പോൾ നിലവിലുള്ള നിലപാടിൽ എ പി ഉസ്താദ് ഉറച്ചു നിന്ന് എ പി ഉസ്താദ് മുന്നോട്ട് പോയി. അതാണ് പിന്നീട് സ്വകാര്യ സംഭാഷണങ്ങളിൽ ശംസുൽ ഉലമ പറഞ്ഞത്, ഞാൻ ആഗ്രഹിച്ചത് എ പി ചെയ്തു എന്ന്. എന്തായിരുന്നു അത്? ശുദ്ധി കലശം നടത്തി. അവസാനം വാഗൾ അങ്ങാടിയിൽ വന്നിട്ട് ഇപ്പൊ പറയാണ് കെ എം മൗലവിനെ പാഠപുസ്തകത്തിൽ കാണാനില്ല. എന്തേ കാരണം? രാജ്യത്തെ SSFകാർ ജനാധിപത്യ ധാർമ്മിക രീതിയിൽ നടത്തിയ സമരപോരാട്ടങ്ങൾ വഹാബിവൽക്കരണത്തിന്റെ അവസാന അടിവേരോർത്തു. കോഴിക്കോട് സിറ്റിയിൽ പള്ളികൾ നഷ്ടപ്പെട്ട ചരിത്രത്തിൽ നിന്ന് പാലപ്പറ്റ പള്ളിയോടുകൂടെ സുന്നിപ്പള്ളിയിൽ തൊടാൻ ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വഹാബി പൗരോഹിത്യത്തെ കൊണ്ടുപോകാൻ ശംസുൽ ഉലമയുടെ കൂടെ നിന്ന് കാന്തപുരം ഉസ്താദ് നിർവഹിച്ച ദൗത്യത്തിൽ ഉറച്ച് എ പി ഉസ്താദ് മുന്നോട്ട് പോയപ്പോൾ നടക്കാൻ. അതാണ് ഇപ്പോഴത്തെ വഹാബികളെ വിലാപം. 80കളുടെ അവസാനത്തിൽ കേരളത്തിലെ സുന്നികളുടെ ഒരു സമരം, സ്കൂൾ പാഠപുസ്തകത്തിലെ വഹാബിസം നീക്കം ചെയ്യേണ്ട ലിസ്റ്റിൽ ഒരു പാഠം ഏതാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയുള്ള പാഠം പഠിപ്പിക്കാൻ പാടില്ല. എന്തേ കാരണം? പാണക്കാട്ട് തങ്ങളെ പറ്റിയൊരു പാടയിലില്ലേ? ബാബകി തങ്ങളെ പറ്റിയൊരു പാടയിലില്ലേ? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിയർപ്പൊഴുക്കിയത് അവരായിരുന്നു, അവർക്കായിരുന്നു അതിന്റെ അർഹത. അത് ഉണ്ടായില്ല. ഈ കരിഞ്ചന്തിയും കള്ളക്കടത്തുമാണ് പാഠപുസ്തകത്തിൽ കയറിക്കൂടി. ആലോചിച്ചു നോക്കുങ്ങള്. നന്നായി ആലോചിച്ചിട്ട് തന്നെയാ ചെയ്ത്. ഏതൊരു മനുഷ്യനാണോ സ്കൂളിൽ അറബി പഠനം ആരംഭിച്ചത്, ആ മനുഷ്യനെ പറ്റി സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല. സർക്കാർ അത് നീക്കി. എന്തേ? എല്ലാരും പൊട്ടന്മാരായിട്ടാ? എല്ലാരും പൊട്ടന്മാരായതാ? സമൂഹത്തെ കൊണ്ട് ചരിത്രം പഠിപ്പിച്ചു ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അതിന് ശംസുൽ ഉലമ ഒരു കാലത്ത് കൂടെ നിന്നിരുന്നു. ഈ ഫിത്നക്കാരുടെ ഫിത്നയ്ക്ക് വിധേയപ്പെട്ട് ശംസുൽ ഉലമ എ പി ഉസ്താദുമായി അകന്നപ്പോൾ സ്വതക്കക്ക് വേണ്ടി വരുന്നുണ്ട്. നന്നായി സ്വതക്ക ചെയ്യണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, എന്നാൽ ശംസുൽ ഉലമ ഇടക്കാലത്ത് ചില മാറ്റങ്ങളിലേക്ക് പോയി. ആ മാറ്റങ്ങളിൽ നിന്ന് മരിക്കുന്നതിന്റെ മുമ്പ് ഖമറുൽ ഉലമയും താജുൽ ഉലമയുമായിരുന്നു ശരി. അവരുടെ കൂടെ യോജിച്ചു പോകണമെന്ന നിലപാട് ശംസുൽ ഉലമ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ 1996 ചന്ദ്രികയിൽ കാണുന്നത്. മഹാനായ ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എന്താണ്? അതേ സമസ്തയുടെ ആദ്യകാല നയനിലപാടുകളിൽ ഉറച്ചു നിന്ന ഖമറുൽ ഉലമയും താജുൽ ഉലമയും അകറ്റി നിർത്തപ്പെടണമെന്നല്ല,
തന്റെ മരണശേഷം ഇനി അവരെ തെറി പറയുന്ന ഗ്രൂപ്പ് പരിപാടി നടക്കണമെന്നല്ല. അബ്ദുറഹ്മാൻ കല്ലായി എന്ന ഏറ്റവും എസ്കെയിൽ AP ഉസ്താദിനോടുള്ള വിരോധം കൊണ്ട് തലയും മനസ്സും കല്ലായി പോയ മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം എഴുതുന്നത്. എന്താണ് ഇനി വേണ്ടത്? ഇത് ഒരു ഭിന്നിപ്പില്ലാത്ത ഇതുപോലുള്ള നാട്ടിൽ വന്നിട്ട് പിത്തന പറയലല്ല വേണ്ടത്. പിന്നെയോ ഭിന്നിപ്പുള്ളോടുത്ത് സമവായ ഉണ്ടാക്കുകയാണ് വേണ്ടത്, യോജിപ്പുണ്ടാക്കുകയാണ് വേണ്ടത്, ഐക്യമുണ്ടാക്കുകയാണ് വേണ്ടത്. ഇത് ശംസുൽ ഉലമ ചെയ്ത അന്ത്യാഭിലാഷമാണ്. ഖമറുൽ ഉലമയും താജുൽ ഉലമയും അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവർ അംഗീകരിക്കപ്പെടേണ്ടവരാണ്, ഉൾക്കൊള്ളേണ്ടവരാണെന്ന സന്ദേശം ഈ സമവായ സന്ദേശത്തിലൂടെ ശംസുൽ ഉലമ കൈമാറുകയാണ്. അതോടൊപ്പം ശംസുൽ ഉലമ വേറൊരു പണി ചെയ്തു. എന്താണത്? എന്റെ കൂടെയുള്ള കൗമുണ്ടല്ലോ, ആ കൗമ് അകറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന സന്ദേശം ഈ സമൂഹത്തിൽ വിളിച്ചു പറയാൻ ഒരു വലിയ കറാമത്ത് ശംസുൽ ഉലമ കാട്ടി. കുട്ടികളെ, ഞങ്ങൾ AP ഉസ്താദി നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും ഞങ്ങൾ ശംസുൽ ഉലമന്റെ കറാമത്തേ പറയുള്ളൂ. ശംസുൽ ഉലമന്റെ കറാമത്ത് പറഞ്ഞാൽ തന്നെ നാട്ടുകാരൊക്കെ AP ശൂന്യവും. പിന്നെ ഇതിനെ ഞങ്ങൾ ചീത്ത അറിയില്ല. ആ ശംസുൽ ഉലമ EK ഉസ്താദ് കാട്ടിയ കറാമത്ത് എന്താ നിങ്ങള്? തന്റെ മരണശേഷമെങ്കിലും തന്റെ കൂടെ തന്നെ ദുരുപയോഗപ്പെടുത്തിയ കക്ഷികളുടെ ഹിഡൻ അജണ്ട ലോകമറിയണം. അതിന് ശംസുൽ ഉലമ എന്ത് ചെയ്തു? സമസ്തയ്ക്കൊരു ബന്ധമല്ലാത്ത അസ്ഹരി തങ്ങൾ പാപ്പാനെ പിടിച്ചുകൊണ്ടെന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി. എന്നിട്ടോ ആ അസ്ഹരി തങ്ങൾ പാപ്പ ശംസുൽ ഉലമ വഫാത്തായ ശേഷം ഒരു ലേഖനം എഴുതി. കുത്താറാത്തീപിൽ കുത്തിനെ വേമോട്ടിയാണെങ്കിലും യഥാർത്ഥ കുത്തും എഴുതി ചോദിക്കുന്നതാണല്ലോ. ഇതുപോലെ ലേഖനം എഴുതിയത് അസ്ഹരി തങ്ങൾ പാപ്പയാണെങ്കിലും യഥാർത്ഥ എഴുത്ത് ശംസുൽ ഉലമന്റേതാണ്. ആ ശംസുൽ ഉലമ ലേഖനം എഴുതിയപ്പോ കുറെ ഉപകറാമത്ത്. എന്താ നിങ്ങള്? ആ ലേഖനം മലയാളത്തിൽ അസ്ഹരി തങ്ങൾ പാപ്പ എഴുതിയാൽ നമ്മളെ കയ്യിൽ സാധനം കിട്ടൂല, കുട്ടികൾ വലിച്ചു കീറും. അതുകൊണ്ട് ആ ലേഖനം അറബിയിൽ എഴുതാൻ ശംസുൽ ഉലമ തോന്നിപ്പിച്ചു കൊടുത്തു. പിന്നെ അത് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ ആകെ ഒരു മൂല്യരെ കേരളത്തിലുള്ളത് ചെറുശ്ശേരി ജയന്തി മൂല്യരാണ്. അത് തെറ്റിപ്പോയതാണ്. ചിലപ്പോണ്ടല്ലോ ഭർത്താവിനോട് തെറ്റിയിട്ട് ഭാര്യക്കൊരു കിണറ്റും പക്കത്ത് കോടലേ. ഇതുപോലെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശാഭിമാനിയിൽ ഒരാൾ ലേഖനം എഴുതി ചോദ്യമൊന്നുമില്ല. മറ്റേ കൗമിന് അങ്ങനെയല്ല. ഇരിക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ ശംസുൽ ഉലമ കാട്ടിയ കറാമത്ത്. ആ ലേഖനം പട്ടിക്കാട് ജാമിയ നൂരിയന്റെ സമ്മേളന സോവനീറിൽ തന്നെ വരണം, എന്നാലേ സനത് ക്ലിയർ ആവുള്ളൂ. കാര്യങ്ങൾ തന്ന സനതൊക്കെ ക്ലിയർ ആണെങ്കിൽ എഴുതി തരും. അതിന്റെ റിസൾട്ടിന് കിട്ടിയ അടുത്ത സനത് ഇപ്പൊ തരും. ഞാൻ ഈ പറയുന്ന സനതുണ്ടല്ലോ, ഇത് റെഡിയാണോ അല്ലേ? ഒരു കബൂൽ പള്ളിത്തോടുക്ക് സലാം പറഞ്ഞ മാതിരിയാകരുത്. ഒരു ജവാബിന് തരും. ഞങ്ങളെ നോട്ടീസിന്റെ ജവാബ് ഇപ്പണ് തരും. ഞങ്ങൾ മുങ്കർനക്കിറും ഞങ്ങൾ കവറിലും മയ്യത്തുങ്ങളും മുങ്കർനക്കിറും ആണ് പരിപാടി ഇറക്കൂല. ഇവലൊരു ബാറോലിറക്കുക. എന്നിട്ട് ഇവല് വിചാരിച്ച് പറഞ്ഞ് നമ്മള് പോകുക. ഇവലെ പോയത്തൊന്നും നാട്ടുകാർ അറിയാതെക്കുക. ഇവളു ഗീസിയിലിട്ടളിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ പോയത്തങ്ങളാണിത്. ഖമറുൽ ഉലമയും താജുൽ ഉലമയും അംഗീകരിക്കപ്പെടേണ്ടവരാണ് എന്ന് സമവായ സന്ദേശത്തിന്റെ വസിയത്ത് നടത്തി ശംസുൽ ഉലമ പഠിപ്പിക്കുകയും അതേ സമയത്ത് തന്റെ കൂടെയുള്ള മുശാവറ മെമ്പർമാരാരാന്ന് പഠിപ്പിക്കാൻ സമസ്തന്റെ പ്രസിഡന്റായി അസ്ഹരി തങ്ങൾ പാപ്പാനെ നിശ്ചയിക്കുകയും ചെയ്തു. അസ്ഹരി തങ്ങൾ പാപ്പ ലേഖനം എഴുതിയപ്പോ കറാമത്ത് കുനുകുനേനെ അറബിയിലായി, ജാമിയന്റെ സുവനീറിലായി. അതോടൊപ്പം അക്കൊല്ലിറങ്ങണ ഒറ്റ പൈസ കുട്ടിയൊക്കെ അറബി കൂട്ടി വായിച്ചാൻ അറിയരുത്. ഇതും ശംസുൽ ഉലമന്റെ കറാമത്താ. ഏതെങ്കിലും ഒരുത്തനത് വായിച്ചാൻ കിട്ടിയ പേജ് കീറിക്കളി. അതുകൊണ്ട് ആർക്കും അക്കൊല്ല അറബി തിരിയാത്ത പൈസകളായി. മറ്റുള്ള കൊല്ലം തിരിയോന്നുള്ളത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇരിക്കട്ടെ. എന്താണ് ആ സുവനീറിലുള്ളത്? സനത് ക്ലിയറായതാണ്. നിങ്ങളെ മുശാവറയുടെ ആധികാരികതയാണ് അസ്ഹരി തങ്ങൾ പറയുന്നത്. അമ്മൻ ഇഖ്തഫൂ ഫീ ഖുലൂബിഹിമുൽ ഹസദാത്ത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരടക്കമുള്ള, ആനക്കര കോയക്കുട്ടി ഉസ്താദ് അടക്കമുള്ള ആ മുശാവറ മെമ്പർമാരുടെ മനസ്സിലുള്ളത് അസൂയയാണെന്ന് റവാഹു അസ്ഹരി തങ്ങൾ. സനദ് ക്ലിയറല്ലേ? വമറദൽ ജഹ്ലി, വിവരക്കേടിന്റെ അസുഖമുണ്ട്. സമുദായത്തിന്റെ വിവരക്കേട് മാറ്റാണ്ടാക്കിയ സമസ്തക്ക് വിവരക്കേടുണ്ടായ ചങ്ങലക്ക് വിരാന്താകലാണ്.
അസ്ഗരി തങ്ങൾ പാറവാട് ഇവിടെയൊക്കെ ജുഹലാണ്. സമസ്തക്ക് ഞങ്ങൾ അരവിന്ദാസൻ സമസ്ത എന്നല്ല നിങ്ങൾ പറയല്, അത് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തതാ. എന്നാ നിങ്ങളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ല, ഇത് ജമിയത്തുൽ ജുഹലാണ് എന്ന് നിങ്ങളെ പ്രസിഡന്റ് അസ്ഗരി തങ്ങള് മുഖം കെട്ടിട്ടില്ല. അജാതി മുഖങ്ങൾക്ക് പണ്ടേ അള്ള തന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന കെട്ടിന്റെ ബാക്കി അതിന്റെ ഒരു ചൊറുക്കത്തിരി ആലോചിങ്ങളെ. നിങ്ങളെ കണക്കിന് പോയി കെട്ടതാ, ഈ കെട്ടീന്റെ ചൊറുക്കത്തിരിയ. അള്ളാഹു ആ പവർ നിലനിർത്തട്ടെ, ആ ഇസ്സത്തുള്ളാഹു വളർത്തട്ടെ. എന്നിട്ടതാ സീറിത്തങ്ങൾ പറയാണ് വന്നിഫാഖി. നിങ്ങൾ ഈ അൽമുനീറിന്റെ ഈ വരി അർത്ഥം വെക്കാൻ പറ്റിയ ഒരു മൂല്യരുണ്ടെങ്കിൽ വന്നോളൂ. ഇപ്പൊ തന്നെ സംവാദമാകാം, മുഖാമുഖാകാം, ഏത് വിഷയത്തിലാകാം. നിങ്ങളുടെ പേര് നിങ്ങളെ മാപ്പിളയാദിയിൽ നേതൃത്വം കൊടുക്കാൻ പറ്റൂല എന്ന് അറിയണല്ലോ. അതറിഞ്ഞിട്ടല്ലേ നിങ്ങളോടൊരു മതപരമായ സംവാദത്തിന് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സുവനീർ ഞാൻ അർത്ഥം വെച്ചത് തെറ്റാണ് എന്ന് പറയാൻ തന്റെ ഇടമുള്ളൊരു വരിക. ഇത് ശരിയാണെങ്കിൽ പിന്നെ സമുദായത്തിൽ ഒരു വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങളെ പറ്റൂല. വന്നിഫാഖി, ഇത് സമസ്ത കേരള ജമിയത്തുൽ മുനാഫിഖീനാണ് ഇന്ന് അസ്ഗരി തങ്ങൾ. എന്റെ വകയല്ല കേട്ടോ. ആ നോട്ടീസ് അടിച്ച കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ റിസൾട്ട് വേഗം തന്നോളി. മക്കളെ, ഞങ്ങൾ ഇതൊക്കെ മാണ്ടാച്ചതാ. എത്ര നോട്ടീസ് കണ്ടതാ, എത്ര ലഘുലേഖ കണ്ടതാ, എത്ര ഫ്ലക്സ് ബോർഡ് കണ്ടതാ. നിങ്ങൾ വിചാരിച്ചെന്താ ഞങ്ങൾ ഈ മുണ്ടാക്കണേ ഞങ്ങളെ പോയത്തം കൊണ്ടാ? ഞങ്ങളെ പോലത്തെ പോയത്തക്കാർ വേറല്ല കേട്ടോ. ഞങ്ങൾക്കിത് മതിയായതാ, മടുത്ത്. അതുകൊണ്ടാ നിങ്ങൾക്ക് പറഞ്ഞു മടുപ്പില്ലെങ്കിലും ഞങ്ങൾക്ക് ആവർത്തന വിരസത എന്നൊരു സംഗതി ഉണ്ട്, മനുഷ്യന്മാർക്ക് ഉണ്ടാണ്ടേ. ഞമ്മക്കൊരു വിഷയം പറഞ്ഞ് അടുത്ത വിഷയം ഒന്നും മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു കെതിയടാ. എത്തപ്പി പറഞ്ഞെന്നെ പറയണ്, ഇവർക്ക് പറഞ്ഞതല്ലാത്ത എന്താ പറയാനുള്ളേ? ഒന്ന് ആലോചിച്ച് നോക്കിങ്ങളെ സഹോദരന്മാരെ. ഈദ് ശംസുൽ ഉലമയുടെ കറാമത്താണ്. എന്റെ കൂടെയുള്ളവർ പണ്ടെന്നെ കണ്ണുനീര് കുടിപ്പിച്ചവരാണ്. അതേ സമയത്ത് ഖമറുലുലമയും താജുലുലമയും അംഗീകരിക്കപ്പെടേണ്ടവരാണ്. ഞാൻ ഈ പറഞ്ഞ രണ്ട് രേഖകളും സത്യമാണോ? സത്യമാണെങ്കിൽ ഒന്നിരിക്കെ ശംസുലുലമയുടെ കൂടെ നിങ്ങൾ നിന്നുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോരണം. അല്ലെങ്കിൽ ശംസുലുലമയും മോശക്കാരനാണെന്ന് പറയണം. മൂന്നാമത്തെ വഴി നിങ്ങളെ മുമ്പിലില്ല. ഇതിനൊക്കെയല്ലേ നിങ്ങൾ കാണുങ്ങളെ പോലെ വർത്താനം പറയണ്ടേ? അല്ലാതെ കുറെ എ.പി. ഉസ്താദ് അങ്ങട്ട് ഇങ്ങട്ട് എന്ന് തോന്നിയാസം പറഞ്ഞ ഞങ്ങളെ പള്ളറിന്നല്ലാതെ മനുഷ്യന്മാരെ നാട്ടുകാർക്ക് എന്ത് കിട്ടാനാ? ഇങ്ങളെ സനത് കിട്ടിയ സനതൊക്കെ ഒന്ന് സ്വീകാര്യാണോ എന്ന് പറയും. എത്ര സ്ഥലത്ത് ഇതൊക്കെ വായിച്ചു വല്ല ജവാബുകൾ ആരെങ്കിലും കേട്ടിക്കണതിന്? അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി ഒരു വിവരമല്ല. നമ്മൾ ഈ പറയുന്നതൊക്കെയാണ് പോവുക, ഒരു അഡ്രസ്സും ഇല്ലാതെ. ഇവരെന്തേലും പറഞ്ഞോ അതിങ്ങനെ ഈ ചങ്ങൻകോയി കൊത്തുവിടാൻ വരുന്ന മാതിരി ഭയങ്കര ചർച്ച, ഇങ്ങനെ ആരാപ്പങ്ങള്. സഹോദരന്മാരെ, മഹാനായ ശംസുൽ ഉലമ ചിന്തിച്ചത് സമവായാണ്, യോജിപ്പിന്റെ മേഖലയാണ്, ഐക്യത്തിന്റെ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമയെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന ആളുകൾ അതിന്റെ കൂടെ നിൽക്കുകയാണ്. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാലങ്ങളോളം എ.പി. ഉസ്താദിനെ തെറ്റിദ്ധരിച്ചകന്നു നിന്ന ഒരു സയ്യിദാണ്. ശംസുൽ ഉലമയുടെ ഭാഗത്ത് നിന്ന് ഈ നിലപാടുണ്ടായപ്പോൾ അകൽച്ച മാറ്റി അടുക്കാനുള്ള വഴി കണ്ടെത്തി ശംസുൽ ഉലമ. അതിന് വേണ്ടതെല്ലാം ചെയ്തു ഖമറുൽ ഉലമ. അങ്ങനെയാണ് മംഗലാപുരം പള്ളി ഉൾപ്പെടെ നിങ്ങൾ നോക്ക്, പള്ളി ഉദ്ഘാടനം എ.പി. ഉസ്താദിന്റെ അണ്ടറിലുള്ള പള്ളി. ആ പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെടുന്നത് ശംസിയാബിതങ്ങളാണ്. അവിടത്തേക്ക് രോഗാതുരമായ പ്രയാസങ്ങളും പീഡകളും അനുഭവിക്കുന്ന ഘട്ടമായിട്ട് പോലും ദീർഘമായി മംഗലാപുരത്ത് യാത്ര ചെയ്തുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിലുള്ള പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുത്താൽ ശംസുൽ ഉലമയുടെ സമവായ ചിന്തകൾ, ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം പൂവണിയുമെന്ന് ചിന്തിച്ചതിന്റെ പ്രായോഗിക നേതൃത്വം ഏറ്റെടുത്ത ശംസുശ്യാബിതങ്ങളെ. സഹോദരന്മാരെ, ആർക്കാണ് പാണക്കാട് തങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ കഴിയുന്നത്? ആർക്കാണ് ശംസുൽ ഉലമക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ കഴിയുന്നത്? ഞങ്ങൾക്കാണോ? നിങ്ങൾക്കാണോ? ഞങ്ങൾ രാഷ്ട്രീയ കോണിലൂടെയല്ല നോക്കുന്നത്. മതത്തിനൊരു നിലപാടുണ്ട്, ഇസ്ലാമിനൊരു വീക്ഷണമുണ്ട്.
ഈ സമവായ ചിന്തകൾക്ക് പ്രായോഗിക നേതൃത്വം പാണക്കാട് തങ്ങൾ കൊടുത്തപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ സെക്കുലർ സമൂഹവും രാഷ്ട്രീയ നേതാക്കളും അകമഴിഞ്ഞ് അർഹമായ പിന്തുണ നൽകിയപ്പോൾ തെറ്റുദ്ധാരണയുടെ പേരിൽ മുസ്ലിം ലീഗിലെ ധാരാളം ഉമറാക്കൾ അകന്നു. ശംസുൽ ഉലമയുടെയും പാണക്കാട് തങ്ങളുടെയും നിലപാട് കണ്ട് ഉമറാക്കളായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മറ്റു രാഷ്ട്രീയ നേതാക്കളെ പോലെ നമ്മളോടുകൂടെ അർഹമായ രൂപത്തിൽ ഇടപെടാനും ബന്ധപ്പെടാനും തുടങ്ങി. നിങ്ങൾ നോക്ക്, മലപ്പുറം ജില്ലയിൽ ഒരു മദ്രസ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതിൽ അധ്യക്ഷത വഹിക്കുന്നത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ആ വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ്, അല്ലാഹു അവർക്ക് കാഫിയത്ത് നൽകട്ടെ. കൂടെ ഇരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ MLA അബ്ദുറഹിമാൻ രണ്ടത്താനിയാൻ. സഹോദരന്മാരെ, ഈ ഒരു നിലപാട് സ്വാഭാവികമായും മുസ്ലിങ്ങൾക്കിടയിൽ പല ചരിത്രഘട്ടങ്ങളിലും ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭിന്നതകൾ, ധാരണ പശകുകൾ തിരുത്തപ്പെടുമ്പോൾ യോജിപ്പിന്റെ മേഖലകളിലേക്ക് തിരിച്ചു പോകാറുണ്ട്. സ്വഹാബികൾക്കിടയിൽ ഭിന്നത വന്ന് പരിഹാര പ്രവർത്തനങ്ങളിലേക്ക് സമുദായം നീങ്ങിയപ്പോൾ ആ സമവായ പാടില്ല എന്ന് പറഞ്ഞ് അന്ന് വന്ന കക്ഷികൾക്ക് ഇസ്ലാം പറയുന്ന പേരാണ് ഖവാരിജുകൾ. ഈ ആലിമീങ്ങൾക്കിടയിലുള്ള ഭിന്നത പരിഹരിച്ച് സമവായ സന്ദേശത്തിന്റെ സാക്ഷാത്കാരത്തിന് ശംസുൽ ഉലമ വസിയത്ത് നടത്തുകയും പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്തു. എന്തുകൊണ്ട്? ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ പ്രാധാന്യം? ആ പ്രാധാന്യം റഹ്മത്തുള്ള ഖാസിമി തന്നെ വിശദീകരിച്ചു തരാൻ. മസ്ലഹത്തിന്റെയും യോജിപ്പിന്റെയും പ്രാധാന്യം ഇസ്ലാമിന്റെ ഭാഷാപരമായ ഒരു വൈജാത്യമാണ്. എന്ത്? ഇസ്ലാമിന് പകരം സിൽമ്. എന്താ സിൽമാണ് ഉപയോഗിച്ചത്? സിൽമ് മഅനതുഹാ അസ്ലുഹു. അതെ, ഇതാണ് നിങ്ങൾ ആ മംഗലാപുരത്ത് കണ്ടേ പാണക്കാട് തങ്ങളും AP ഉസ്താവും. ഇതാണ് ഉള്ളാളത്തെ പാപ്പിയും പാണക്കാട് തങ്ങളും ചെയ്ത ഇത് കൂട്ടിപ്പിടിച്ച. എന്നാൽ ഇവരിത് അകറ്റ. എവിടെയെങ്കിലും കൂട്ടിപ്പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇസ്ലാം എന്നാൽ സുൽഹാണ്. സുൽഹ് എന്നാൽ കാഫ. നിങ്ങളെല്ലാവരും പിശാചിന്റെ ചവിട്ടടികൾ നിങ്ങൾ പിന്തുടരരുത്. അതെ, സമവായത്തിലേക്ക് പോകൽ ഖുർആന്റെ വഴി, സമവായത്തിനെതിര് പറയൽ പിശാചിന്റെ ചവിട്ടടി എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. ആ പിശാചിന്റെ ചവിട്ടടിക്ക് പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കാൻ പാടുണ്ടോ? ആ പിശാചിന്റെ ചവിട്ടടിക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു പണ്ഡിത സഭയുടെ ആവശ്യമുണ്ടോ? ഖേദകരമെന്ന് പറയട്ടെ, സങ്കടമെന്ന് പറയട്ടെ, അർഹമായ പരിഗണനയും ആദരവും നൽകിയിട്ട് ആദരവോടെ അപേക്ഷിക്കട്ടെ. ബഹുമാന്യനായ ചെറുശ്ശേരി ഉസ്താദ്, നോക്കൂ, നിങ്ങൾ പറയുന്നത് അങ്ങനൊരു സമവായ നടക്കാൻ പാടില്ല. ഈ ചില നേതാക്കന്മാര് പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായണ്ടോ? ഹിന്ദുസ്ഥാനെ ഉണ്ട്, ഖുർആനിലുണ്ട്. ആ സമവായ അത് ഖാസിമിനെ വിശദീകരിച്ചു തരുന്നുണ്ട്. സമവായ പാണക്കാട് തങ്ങൾ അതിന് വെള്ളമൊഴിച്ചിട്ടുണ്ട്. ശംസുൽ ഉലമ അത് സമുദായത്തിൽ നട്ടുവളർത്തിയിട്ടുണ്ട്. ഖമറുൽ ഉലമ അതിന് വേലികെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ വായ അത് കൊലക്കും സംശയിക്കും. ഞങ്ങൾ അതിന് തെക്കുബീർ ഉത്തര കുഫുവത്ത് അണികളും നേതാവും ദുന്യാവിൽ വേറെ എവിടെയുണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്കിങ്ങളെ, അത് കൊലക്കോന്ന് ഉസ്താദിന് സംശയ, ഞമ്മക്ക് ഉറപ്പ് അത് കൊലക്കൂലെന്ന്. കാരണം പാണക്കാട്ട് തങ്ങള് വള്ളം പാർന്ന വായന്റെ മാറ്റിൽ ഉസ്താദ് മണ്ണെണ്ണ പാരുന്നത് ഉണങ്ങിയാണ് പോകും. എന്താ സംശയോ? ആ സമവായ കരിയണം, ആ മസ്ലഹത്ത് തകരണം. ആ മസ്ലഹത്ത് തകരാനുള്ള വഴി എന്താണ്? മുസ്ലിങ്ങളെ ചരിത്രത്തിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് മദീനത്ത് ചെല്ലുമ്പോൾ
മദീനയിലുണ്ടായിരുന്ന ഔസ് ഖസ്റജുകാരുടെ കാലങ്ങളോളമുള്ള യുദ്ധരജുകാര് അൻസാറുകൾ എന്ന അപരനാമം കൊണ്ട് സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് ലോകം വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് അവരെ പരിവർത്തിപ്പിച്ചു. അങ്ങനെ അതാ ഒരു കാലത്ത് കലാപം കൂട്ടിയിരുന്ന ഔസ് ഖസ്റജുകാര് അൻസാറുകളായി സ്നേഹത്തോടെ തെരുവിലേക്ക് തിരിച്ചുവന്ന് സ്നേഹം പങ്കിടുന്നത് കാണുമ്പോൾ ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുക്കളായ ജൂതന്മാർക്ക് സഹിച്ചില്ല. ആ ജൂതന്മാരിൽപ്പെട്ട ഒരു പ്രമാണി ശാസുബിന് കൈസ് എന്ന് പറയുന്ന ജൂതപ്രമാണി അൻസാറുകളെ ഭിന്നിപ്പിക്കാൻ, അൻസാറുകൾക്കിടയിലുള്ള സമവായ തകർക്കാൻ വഴി തേടുകയാണ്. എന്താണ് ജൂതൻ തേടിയ വഴി? അൻസാറുകളാകുന്ന സ്നേഹിതന്മാർക്കിടയിൽ അവർ ഔസ് ഖസ്റജ് രണ്ട് ഗ്രൂപ്പായി നിന്ന് പോരടിച്ചിരുന്ന കാലത്ത് യുദ്ധങ്ങൾക്ക് ആവേശം പകരാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നടത്തിയ പ്രസ്താവനകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ കുറ്റപ്പെടുത്തിയ പാട്ടുകളുണ്ട്. സ്നേഹം പങ്കിടുന്ന അൻസാറുകൾ, പഴയകാല കഥ മറന്നുപോയ അൻസാറുകൾ, സ്നേഹിതന്മാരായി ജീവിക്കുന്ന അൻസാറുകൾ, ആ അൻസാറുകൾക്കിടയിൽ പഴയകാല ഫിത്നകളൊന്ന് പറഞ്ഞുകൊടുത്ത് ആ പഴയകാല വികാരത്തിലേക്ക്, വിവരക്കേടിലേക്ക് സ്വഹാബികളെ കൊണ്ടുപോകാൻ ആ ജൂതനതാ ചെറുപ്പക്കാരൻ കാസിം പറഞ്ഞ പുത്തൻകൂറ്റുകാർ, അങ്ങനെയുള്ളൊരു പുത്തൻകൂറ്റുകാരനെ വിടുകയാണ്. എന്താണ് ആ പുത്തൻകൂറ്റുകാരൻ ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി? അൻസാറുകളാകുന്ന ഔസ് ഖസ്റജുകാര് യുദ്ധത്തിൽ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതൊക്കെ ഓലടി ചൊന്നാണ് വിശദീകരിച്ചു കൊടുക്കും. ഒരു സമസ്ത ആദർശ വിശദീകരണം, ഒരു വിശദീകരണ സമ്മേളനം അൻസാറുകളിടയിൽ. എന്താണ് അവിടെ പ്രസംഗിക്കേണ്ടത്? ഉള്ള സ്നേഹം ഒന്നും കൂടി ശക്തിപ്പെടലല്ല, പിന്നെ ആ പഴയ ഫിത്ന ഫസാദൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പിച്ച് ഈ പുത്തൻകൂറ്റുകാരൻ തെരുവിലെത്തി. അൻസാറുകൾക്കിടയിൽ പഴയകാല ഫിത്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ മനുഷ്യ സഹജമായ വികാരത്തിന്റെ പ്രക്ഷുബ്ധതയിലേക്ക് അൻസാറുകൾ മടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. മുസ്ലിങ്ങളെ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഐക്യപ്പെട്ടു പോകണം, നിങ്ങൾ ആദർശപരമായി ഒന്നിച്ചു പോകണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അതേ, അല്ലാഹു നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തു പോയത്. മുനാഫിക്കീങ്ങളായ കപടന്മാരായ പുത്തൻവാദികളായ ഫിത്നക്കാർ ആലിമീങ്ങൾക്കിടയിലുണ്ടായ തെറ്റുദ്ധാരണയുടെ പേരിൽ സമുദായമകന്നു. അതിന്റെ പേരിൽ പള്ളികളിൽ ചുമരുവെക്കപ്പെട്ടു, അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു, അതിന്റെ പേരിൽ നാടുകളിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ 10-20 കൊല്ലത്തെ പ്രയാസങ്ങൾക്ക് ശേഷം ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ വസിയ്യത്ത് ചെയ്തുകൊണ്ട് ശംസുൽ ഉലമ മരിച്ചു പോകുമ്പോൾ 10-20 കൊല്ലം അകന്നു നിന്ന പാണക്കാട് തങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഒരു വേദിയിൽ വരുമ്പോൾ പഴയകാല പ്രതിസന്ധികളിൽ നിന്ന് അമ്മ നിങ്ങളെ രക്ഷപ്പെടുത്തിയതിന്റെ നിഅമത്ത് വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും മഅദാ. അല്ലാഹു നിങ്ങളെ മനസ്സിനെ ഐക്യപ്പെടുത്തി, അല്ലാഹു നിങ്ങളെ മനസ്സിനെ യോജിപ്പിച്ചു കൊണ്ടുവന്നു. ഇത് നിങ്ങൾ മറന്നു പോകണ്ട. വിജ്ഞാനപ്രദമല്ലാത്ത, സർഗാത്മകമല്ലാത്ത, ആരോഗ്യകരമല്ലാത്ത വെറും വിഴുപ്പലക്കലിന്റെ തെറിപ്പാട്ടിന്റെ വാക്കുതോരണികളുമായി പഴയകാല ഫിത്നയിലേക്ക് മടങ്ങി പോകണ്ട. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ. നരകത്തിന്റെ കവാടത്തിലേക്ക് കാലെടുത്ത് വെച്ച് നിങ്ങളെ കൈപിടിച്ച് സാവർത്തിത്വത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗീയാരാമത്തിന്റെ കവാടത്തിലേക്ക് അനയിക്കുന്ന മതത്തിന്റെ സന്ദേശം മറന്നുപോകണ്ട. പരിശുദ്ധ ഖുർആൻ കാലങ്ങളായി ഭിന്നതകളുടെ മുഴുവൻ വിഷമങ്ങളും വിസ്മരിച്ച് ഐക്യത്തോടെ പോകുന്ന ഈ തെരുവിനെ പഴയകാല മുറിവുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പുത്തൻകൂറ്റുകാരുടെ ഫിത്നയ്ക്ക് ചെവിട് കൊടുക്കുന്ന മുസ്ലിങ്ങളോട് ഈ ഖുർആനിന്റെ സന്ദേശം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്.
അതൊക്കെ നിങ്ങൾക്ക് ഉത്തരം മുട്ടിയപ്പം പറയല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ച തെരുവിൽ ഞങ്ങൾക്ക് എത്രയും പേരറിയാ. കീലത്ത് മാഷും മണ്ടോൺ ഉസ്താദും പി ഉസ്താദൊക്കെ ഈ തെരുവിൽ കടന്നു വന്നിരുന്നൊരു കാലത്ത് ആളുകളില്ലായിരുന്നു, കല്ലേറുകളായിരുന്നു. അന്ന് ഞങ്ങൾ മുഴുവൻ ശ്വാസം വിടാതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പത്തെ മനുഷ്യന്മാരെ ഞങ്ങൾക്ക് പറയാനേ, ഇപ്പൊ എന്താ ഞങ്ങൾക്ക് പറയാനേ? പക്ഷേ ഈ രാജ്യം, സമൂഹം അതിന്റെ പൾസ് മാറുന്നുണ്ട്. റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞില്ലേ, ന്യൂ ജനറേഷൻ, അങ്ങനെ ഒരു ലോകം വരുന്നുണ്ട് ഇവിടെ. അത് തിരിച്ചറിഞ്ഞ് പ്രബോധിത സമൂഹത്തിന്റെ പൾസറിഞ്ഞ് പ്രബോധന ശൃംഖലകളെ വഴിതിരിച്ചുവിടാൻ കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കണം. അതാണ് മഹാനായ ശംസുൽ ഉലമയുടെ നിലപാട് മാറ്റങ്ങൾ. എ.പി. ഉസ്താദിനോടുള്ള എതിർപ്പിന്റെ പേരിൽ കൈ എവിടെ കെട്ടിയാലെന്തടാ എന്ന് പിന്നീട് ശംസുൽ ഉലമ പ്രസംഗിക്കുന്ന സാഹചര്യം വന്നു. ലീഗും ദീനും ഒന്നാണെന്ന് പറയുന്ന സാഹചര്യം വന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ശംസുൽ ഉലമയിൽ കാലത്തായി. അതിൽ നിന്ന് അവിടെ നിന്നും മടങ്ങി എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ ആ പണ്ഡിതന്റെ ജീവിതത്തിലുണ്ടായ സല്ലത്തുകൾ വളർന്നു വരുന്ന ഒരു തലമുറയുടെ മനസ്സിൽ മരിച്ചുപോയ ശംസുൽ ഉലമയെ കുറിച്ച് നല്ലതു മാത്രം പഠിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. ആ പണ്ഡിതനെ കുറിച്ച് നല്ലതറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഒന്ന്, അള്ളാന്റെ ഹബീബ് ഞങ്ങളോട് അതാ പറഞ്ഞത്, ഉദ്കുറു മഹാസിന മൗതാക്കും, മരിച്ചവരെ കുറിച്ച് അങ്ങനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. രണ്ടാമത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തന്നെ ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ സമവായ സന്ദേശം. എന്നാൽ സഹോദരങ്ങളെ, ഈ മുറിവുണങ്ങാൻ അയക്കാത്ത കക്ഷികൾ തെരുവിൽ വന്നിട്ട് പണിയെടുക്കുകയാണ്. എന്താ പണി? ആ അൻസാറുകളെ തമ്മു തല്ലിച്ച പണി. ആ പഴയ കാലത്തുണ്ടായ ഫിത്ന ഫസാദ് തെരുവുക്ക് വലിച്ചെറിയാൻ. ഇങ്ങനെ വലിച്ചെറിയുന്ന പ്രവണതകൾ, അതാണ് സഹോദരന്മാരെ നമ്മൾ ഈ പുത്തൻകൂറ്റുകാരിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമയും കന്നിയത്ത് ഉസ്താദും അവർ ഞങ്ങളുടെ ആളാണ്. എന്താ സംശയം? എന്താ സംശയം? ഇപ്പൊ കണ്ണൂർ വെച്ചുകൊണ്ടും പേരോടത്തമ്മ സഖാഫി പ്രസംഗിച്ചെന്താ? കോഴിക്കോട് വെച്ചുകൊണ്ടും പേരോടത്തമ്മ സഖാഫി പ്രസംഗിച്ചെന്താ? ഇവിടെ വെച്ചുകൊണ്ട് വേറെ സഖാഫിയും പ്രസംഗിച്ചെന്താ? ശംസുൽ ഉലമയും കന്നിയത്ത് ഉസ്താദൊക്കെ ഞങ്ങളാളാണ്. പിന്നെ എന്താ സംഭവിച്ചതറിയോ? ശംസുൽ ഉലമയെ ചില ആളുകൾ പോയി തെറ്റിദ്ധരിപ്പിച്ചു. കറക്റ്റ്. ശംസുൽ വലിയ മഹാനാണ്. അതെ. ശംസുൽ ഉലമയെ ചില ആളുകൾ പോയി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എ.പി. ഉസ്താദുമായി കൊണ്ട് അകലാനോ ശ്രമം നടത്തി. അങ്ങനെ സമസ്തയിൽ പിളർപ്പുണ്ടായത്. സുബ്ഹാനല്ലാഹ്. മമ്പർത്ത് തങ്ങൾ നിങ്ങൾ ബേജാറാണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. ശംസുൽ ഉലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എ.പി. ആയിരുന്നു. എന്താ സംശയോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സമസ്തയിൽ നിങ്ങളുടെ ഫിത്ന കാരണം ശംസുൽ ഉലമ അകലുകയും സമസ്ത പിളരുകയും ചെയ്യുന്നത് വരെ, അരീക്കാട് പള്ളിയുടെ വിവാദം കത്തിവന്ന ഘട്ടങ്ങളിൽ വരെ ആദരണീയരായ ശംസുൽ ഉലമയുടെ ചുണ്ടിൽ നിന്ന് ഖമറുൽ ഉലമയ്ക്കെതിരെ 2 വരി പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇനിയും ഞാൻ ചോദിക്കട്ടെ, ആ സമസ്തയിൽ നിങ്ങളുടെ ഫിത്ന കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട് വിഭാഗീയത വരുന്നതിന്റെ മുമ്പ് ശംസുൽ ഉലമയ്ക്കെതിരെ കാന്തപുരം ഉസ്താദ് 2 അക്ഷരം കൊണ്ട് ആക്ഷേപം പറഞ്ഞത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അതേ സമയത്ത് സമസ്ത പിളരുന്നതിന്റെ മുമ്പ് തന്നെ ശംസുൽ ഉലമയെ രാഷ്ട്രീയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ആൾക്കാരാങ്ങളെ, ആലിബാബയും 40 കള്ളന്മാരുമെന്ന് സമസ്ത പിളരുന്നതിന്റെ മുമ്പ് ശംസുൽ ഉലമയെ പറ്റി പറയുകയും അവിടത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. നിരന്തരമായി ശംസുൽ ഉലമയ്ക്കെതിരെ തുടർലേഖനം എഴുതിയ ആളായിരുന്നു നിങ്ങളുടെ കെ.വി. കൂറ്റനാട് ഉസ്താദ്. ശംസുൽ ഉലമയുടെ ഫത്വ നാടുകളിൽ ഫിത്നയാണ് ഉണ്ടാക്കുന്നതെന്ന് ലഘുലേഖ എഴുതിയ ആള് നാട്ടികവി മൂസ മുസ്ലിയാർ സമസ്ത പിളരുന്നതിന്റെ മുമ്പ് ശംസുൽ ഉലമയെ കണ്ണുനീർ കുടിപ്പിച്ച ആളാണ്. ഇങ്ങനൊരു വരി, ഇങ്ങനൊരു രേഖ, ഇങ്ങനൊരു തെളിവ് മഹാനായ ശംസുൽ ഉലമയ്ക്കെതിരെ എ.പി. ഉസ്താദിൽ നിന്നോ എ.പി. ഉസ്താദിനെതിരെ ഇ.കെ. ഉസ്താദിൽ നിന്നോ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല മക്കളെ. അതേ സമയത്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ്. നിങ്ങൾ ആലോചിക്കണം. അതാണ്, ഇതൊക്കെ ഒന്ന് ആലോചിച്ചോളൂ ഇസ്കക്കാരെ. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു അറഫ് കളവുണ്ടോന്ന് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഒന്നിരിക്കെ ദീൻ അറിയണം, അല്ലെങ്കിൽ ദുനിയാവ് അറിയണം. വെറും കാരംബോർഡ് അറിഞ്ഞാൽ ഓരോടെ നമുക്ക് വർത്താനല്ല. ഇപ്പൊ പറയുന്നതാ, ഇതുവരെ ഇന്നലകളിൽ ഇവരെന്തേ പറഞ്ഞത്? ഇന്നലകളിൽ പറഞ്ഞത് പറഞ്ഞ പൊന്നാര മനുഷ്യ മസ്ലഹത്തുണ്ടാവൂല.
ഇന്നലകളിൽ എന്തേ പറഞ്ഞു എന്നാണ് പുത്തൻകൂറ്റുകാരനായ ജൂതന്റെ ഏജന്റ് അൻസാറുകൾ അടിച്ചെന്ന് ചോദിച്ചേ. ഹസ്രജുകാരെ നിങ്ങൾ എന്തേ ഹൗസുകാർക്കെതിരിൽ പറഞ്ഞേ? ഹൗസുകാരെ നിങ്ങൾ എന്തേ ഹസ്രജുകാർക്കെതിരിൽ പറഞ്ഞത്? ഇത് ചോദിക്കുമ്പോഴാണ് പിത്തനുണ്ടാകുക. ഞങ്ങൾക്ക് ശംസുല്ലമയിൽ നിന്നുണ്ടായ ചില ധാരണപ്പിശക് ഞങ്ങളെ മുമ്പിൽ ഉണ്ടാകായിട്ടല്ല, അത് പറയേണ്ട ഘട്ടമല്ല ഇപ്പോൾ. അത് പറഞ്ഞൊരു പ്രചരണം തന്റെ വഫാത്തിന്റെ ശേഷം നടക്കണമെന്ന് ആഗ്രഹിച്ച പണ്ഡിതനല്ല ശംസുലുലമ. മരിച്ച പണ്ഡിതന്റെ നന്മ പറയണമെന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. ഇത്തരം ഒരുപാട് മാനദണ്ഡം ഞങ്ങൾക്ക് മതം പറയുമ്പോണ്ട്. നിങ്ങൾക്ക് തത്തള്ളു ചാത്തപ്പന എന്ത് മാഷറ രാമന്തളിക്കെന്ത് അള്ളാന്റെ ദീനെ. അപ്പൊ ഇതേ ഉള്ളു സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതല്ലാതെ ഒന്നും അതിലില്ല. എന്നിട്ട് ഇവര് പറയണം പഴയ കാലത്ത് അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ഉമറാക്കൾ നമ്മുടെ വേദികളിൽ വരാനും ഇടപെടാനൊക്കെ തുടങ്ങിയപ്പോ അതെങ്ങനെയും പിത്തനയാക്കണ്ടേ? അതിനെന്താ ചെയ്യേണ്ടത്? പഴയ കാലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ പ്രശ്നങ്ങൾ തെരുവിൽ പറയും. നിങ്ങൾ ലീഗിനെ പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പൊ അതെന്തായി എന്നാ ചോദ്യം. അൻസാറുകളെ പിത്തനേക്കിയ കോലം. സമയത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചായിരുന്നു എപിക്ക് പറയാനുണ്ടായിരുന്നത്. എന്നിട്ട് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ റോട്ടിലേക്ക് ഇറക്കുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗ് പെണ്ണുങ്ങളെ റോട്ടിൽ ഇറക്കും എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് എപ്പോഴാ? ലീഗും ദീനും ഒന്നാണ് എന്ന് ശംസുലുമ പറഞ്ഞപ്പോഴാണ്. അത് ലീഗിന്ന് എല്ലാവരും രാജിച്ചു പോരാൻ വേണ്ടി പറഞ്ഞതല്ല. ലീഗിന്റെ പേരിൽ ചെയ്യപ്പെടുന്ന ജീർണതകൾ ദീനാണെന്ന് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നാളെ മാർഗിസ്റ്റും ദീനും ഒന്നാന്ന് ഏതെങ്കിലും ഒരു മൂലര് പറഞ്ഞാൽ ഞങ്ങൾ പറയും മാർഗിസ്റ്റാര് പെണ്ണുങ്ങളെ റോട്ടിൽ ഇറക്കുന്നുണ്ട്, അത് ദീനല്ല. അപ്പൊ അത് മാർഗിസ്റ്റാറ്റി അല്ലാതാക്കാനല്ല, ദീനിനെ ദീനായും ദുനിയാവിനെ ദുനിയാവായും വേർതിരിക്കാൻ വേണ്ടിയതാണ്. അങ്ങനെ ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? ലീഗും ദീനും ഒന്നാണ് എന്നൊരു പ്രസ്താവനയോട് വന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്, ബാങ്കിലേക്ക് മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്, നിസ്കാരം ഖളാഅക്കുന്ന പാർട്ടിയാണ്. എന്തൊക്കെയാണ് അന്ന് സിറാജിൽ എഴുതിയിരുന്നത്? എന്തോ ഒരു മഹബത്ത ഇയാൾക്ക്, എന്തൊരു സങ്കടപ്പത്. ഇതൊക്കെ പറഞ്ഞന്ന് സിറാജ് കക്ഷത്തിലിറക്കി നടന്ന പോയത്തക്കാരനാണ് അയാള്. അപ്പൊ അതിന് നമ്മക്ക് കുഞ്ഞേമൂലേര് പറഞ്ഞ മാതിരി ഞാനും അയാളൊക്കെ അതിൽ കൂറല്ലേ? എന്തപ്പോ ഞങ്ങളേറ്റ് പറയുന്നത്? അതില് രാമന്തളി അത്തനും ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. അത് അങ്ങനെ ഞങ്ങൾ മാത്രം പ്രശ്നമാരൊക്കെ നമ്മൾ ഒന്നിച്ചല്ല അന്ന് സിറാജ് കക്ഷത്തിലിറക്കി നടന്ന്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലീഗിന്റെ ജീർണതകൾ ഞങ്ങൾ പറഞ്ഞത് ലീഗ് നശിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിക്കേണ്ടിടത്ത് അങ്ങനെ വിമർശിക്കും, അവർക്കിങ്ങോട്ട് വിമർശിക്കേണ്ടി വരുമ്പോ അങ്ങനെയും വിമർശിക്കും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സ്വാഭാവികതകളാണ്. എന്നാൽ ഞങ്ങൾ ലീഗിനെ വിമർശിച്ചത് ലീഗ് നന്നാകാനാണ്. ലീഗില് വിഷമങ്ങളും ജീർണതകളും വരാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ കേടെന്നതിന്റെ മുമ്പ് പറഞ്ഞു അതൊക്കെ കേടാണ്, ഒഴിവാക്കി കളയുന്നത്. അന്ന് നിങ്ങൾ എ.പി. ഉസ്താദിനെ തല്ലാൻ വേണ്ടി ലീഗാരെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ലീഗാരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണമൊക്കെ നന്നായി കുടിച്ചോളിയും കല്ലേ, നന്നായി മത്സരിച്ചോളിയും ബാങ്കുകാരെ. ഞങ്ങൾ റേറ്റ് പറഞ്ഞത് കുണ്ടി ചാടാതെക്കാനാ. പണ്ട് പൊട്ടം ലോറിക്ക് റേറ്റ് അറിഞ്ഞല്ലോ. പൊട്ടം ലോറി ബാക്ക് ഇങ്ങനെ എടുത്തപ്പോ പൊട്ടം നിന്നിട്ട് പറഞ്ഞു റേറ്റ് ഇപ്പം കുണ്ടുക്ക റേറ്റ് പറയണത്. വണ്ടി കുണ്ടിലാണ് ചാടിയപ്പോ പറഞ്ഞു റേറ്റ് ബദരീങ്ങളെ കുണ്ട് റേറ്റ്. ഞങ്ങള് പറഞ്ഞത് ബദരീങ്ങളെ കുണ്ടുക്ക് പോണതാ. ഞങ്ങൾ അതാ പറഞ്ഞു. അന്ന് നിങ്ങൾ ഞങ്ങളെ കൊഞ്ഞനം കുത്തി. മുസ്ലിം ലീഗിന്റെ ഉമറാക്കൾ ഞങ്ങൾ ലീഗിനെതിരാന്ന് തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ മുസ്ലിം ലീഗിന്റെ ചില പിഴവുകൾ കാരണം മുസ്ലിം ലീഗിനൊരു വിഷമം വന്ന ഘട്ടണ്ടേ. കൂടെ നിന്നോല് എങ്ങനെയാലും കൈപ്പിടിക്കേണ്ട ടൈമല്ല ഒരു വിഷമുണ്ടാവുമ്പോ മകൻ എത്ര കുരുത്തം കെട്ടവനാണെങ്കിലും അങ്ങാടിന്ന് നാട്ടുകാർ തല്ലുമ്പോ പോര് പെരീക്കാന്ന് കൊണ്ടുപോകല്ലേ ചെയ്യാ. എന്നാൽ മുസ്ലിം ലീഗിനൊരു പ്രയാസം ഉണ്ടായി. എപ്പോ സഹോദരന്മാരെ, കഴിഞ്ഞ ലോക്സഭയിൽ അതിന്റെ മുമ്പത്തെ ലോക്സഭാ നിയമസഭാ ഇലക്ഷനിൽ KPA മജീദ് തോറ്റു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു. ആ ടൈമിൽ ലീഗിന്റെ ഒപ്പം നിന്ന് യാസീനോദന്റെ കൂട്ടരബല് ഇവൻ ആ ടൈമിൽ നെഞ്ഞത്ത് കയറി ചാടി കളിച്ചു. നമ്മൾ കുണ്ടിച്ചാടിന്റെ മുമ്പ് പറഞ്ഞ റേറ്റ് ഇവര് കുണ്ടിച്ചാടിയപ്പം ബദരീങ്ങളെ കുണ്ടറേറ്റ് എന്ന് പറയാ. ഞങ്ങൾ ലീഗിനെ വിമർശിച്ചതാ കുഴപ്പോ. ഞങ്ങൾ ലീഗിനെ വിമർശിച്ചതൊക്കെ എന്തായി എന്നാ ചോദിക്കണം. നിങ്ങൾ വിമർശിച്ചതൊക്കെ എന്തായി? ഇത് 2005
2006 ജൂൺ 1-15 സത്യധാരയാണ്. ആ സത്യധാരയിൽ നമ്മൾ 20 കൊല്ലം മുമ്പ് പറഞ്ഞത് ലീഗ് അപകടത്തിൽപ്പെട്ടപ്പോ ലീഗിന്റെ നെഞ്ഞത്ത് കയറി ചവിട്ടിയിട്ട് സത്യധാരക്കാര് പറയണം, കേട്ടോളൂ. പണ്ട് മുസ്ലിം ലീഗിന്റെ പൊതുയോഗങ്ങൾ നടന്നിരുന്നത് പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയോടെയായിരുന്നു. ജില്ലാ സംസ്ഥാന മഹാസമ്മേളനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും പാണക്കാട് പൂക്കോയ തങ്ങളും ഉൾപ്പെടെയുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് ലോക്സഭയിൽ തോറ്റപ്പോ കുണ്ടിച്ചാടിയപ്പം ബദരീങ്ങളെ കുണ്ടറയിച്ചു പറയാതെ നമ്മൾ അന്ന് പറഞ്ഞു പോണത് കുണ്ടിക്കാണ്. അന്ന് നിങ്ങൾ പറഞ്ഞു ബെറ്റ കൊടുക്കി ഏപ്പിക്കാരെ 2 എറി ഏപ്പിക്കാരെ എന്നിട്ട് കൊണ്ടിടന്നേ. കുണ്ട് ചാടിയപ്പങ്ങൾ പറയാണ് ഇന്ന് മുസ്ലിം ലീഗ് മഹാസമ്മേളനങ്ങൾ നടക്കുന്നത് യുവാക്കളെ മത്തുപിടിപ്പിക്കുന്ന യുവതീ യുവാക്കളുടെ ഗാനമേളകളോടെയാണ്. എന്താപ്പി പറഞ്ഞ യൂത്ത് ലീഗുകാർ കള്ളുടിയന്മാരാന്നാപ്പി പറഞ്ഞേ. യൂത്ത് ലീഗുകാർ കള്ളുടിയന്മാരാണ്. യൂത്ത് ലീഗിന്റെ റാലിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരുട്ടികളൊക്കെ കള്ളുടിയന്മാരാണ് എന്നാ സത്യധാര പറഞ്ഞേ. അതൊക്കെ ഇപ്പൊ എന്തായി? അപ്പൊ നിങ്ങളെ വേദിയിൽ ലീഗുകാർക്ക് വരാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എറണാകുളം സമ്മേളനത്തിൽ ഇപ്പൊ ലീഗുകാരെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. അന്ന് ഐപ്പവർ കമ്മിറ്റി എടുത്തതല്ലേ എറണാകുളം ഏപ്പിക്കാരെ പരിപാടി പോകരുത്, അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്തുകൊണ്ട്? ലീഗിലെ ചില ധാർമ്മിക മോശങ്ങൾ പറഞ്ഞ് ലീഗിനെ നന്നാക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ ലീഗിനെ നശിപ്പിക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച്. എന്നാ ഇപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ എന്ന് പറയണ്. അപ്പൊ വേദി പങ്കിടാൻ പറ്റൂലെങ്കിൽ ഞങ്ങളെ വേദിക്കും വരാൻ പറ്റൂല, നിങ്ങളെ വേദിക്കും പറ്റൂല. പങ്കിടാൻ പറ്റുമെങ്കിലോ ഞമ്മക്കും ഇങ്ങക്കും ഒന്നാണ് അല്ലേ? ഇപ്പൊ കിയാസ് ഇല്ലത്തിലെത്തിക്കണേ കിയാസ്. സഹോദരന്മാരെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാര് മദ്യപാനികളാണ്, ഗാനമേളകളോടെയാണ്. തക്ബീറും സ്വലാത്തും ചൊല്ലി നീങ്ങിയിരുന്ന പ്രകടനത്തിനു പകരം നുരഞ്ഞുയരുന്ന മദ്യചഷയങ്ങൾ മോന്തിക്കുടിച്ച യുവാക്കളുടെ ആർപ്പുവിളികളും തുള്ളലുമാണ്. സിനിമാ നടികളെ വിലക്കെടുത്ത് സിനിമ നിർമ്മിക്കുന്നിടം വരെ പാർട്ടിയുടെ യുവജന സംഘടന എത്തി. പല നേതാക്കളും ധാർമ്മിക തകർച്ചയുടെ പ്രതീകങ്ങളായി. ദീനീ തൽപരർ ലീഗിലേക്കടുക്കാൻ മടിച്ചു നിന്നു. ഉള്ളവർ പാർട്ടിയിൽ നിന്നകലാൻ ശ്രമിച്ചു. ബദരീങ്ങളെ കൊണ്ടുറയിറ്റ് അല്ലേ? ഇത് വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ റേറ്റ് അടിച്ച് കുണ്ടിച്ചാടിയപ്പോ നിങ്ങൾ കൊഞ്ഞനം കുത്താൻ തുടങ്ങി ലീഗിന്റെ ഉമറാക്കളെ. അപ്പൊ ലീഗിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിന്റെ പേരിൽ ഞങ്ങളെ വേദിയിൽ വരാതൊക്കെയാണെങ്കിൽ നിങ്ങളെ വേദിക്കും പറ്റൂല. വരികയാണെങ്കിൽ രണ്ടുക്കും വരണം. അത് ലീഗിന്റെ നേതാക്കൾക്ക് അറിയും, നിങ്ങൾക്ക് തിരിയാത്ത കാര്യമല്ല. ഇനി നിങ്ങൾ നോക്ക്, പിന്നെ മൂപ്പര് ചോദിക്കണൊരു ചോദ്യമുണ്ട്. ലീഗിനെതിരെ MDP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം AP ഉസ്താദ് ഉണ്ടാക്കിയില്ലേന്ന അടുത്ത ഡയലോഗ്. പാർട്ടി എങ്കിൽ ഇനി മുതൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്ന് പറഞ്ഞ് MDPയുമായി രണ്ടിലയുമായി AP താങ്കൾ കടന്നു വന്നിട്ടില്ലേ? ഇല്ല, കടന്നു വന്നിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ MDP ഉണ്ടാക്കിയതാരാ? സനത് ക്ലിയറാ. ഞാൻ എടുക്കണ സനതൊക്കെ ഈ തരുന്ന സനതിന്റെ റിസൾട്ട് കിട്ടിയാലോട്ടോ അടുത്ത സനതേ നിങ്ങളുടെ തേരി. ഏതാ MDP ഉണ്ടാക്കിയ ആളാരാ? 30/4/84 ചന്ദ്രിക. 30/4/84 ചന്ദ്രിക. കേട്ടോളി, ആരാണ് MDPയുടെ ഉപദേശകൻ? സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം. സുന്നികൾ മറ്റുള്ളവരുമായി കൂടിക്കലർന്നതാണ് സമുദായത്തിൽ നിലവിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും EK അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ സുന്നികളെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും വേർപെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഉപദേശക സമിതി മെമ്പർ കൂടിയായ EK പ്രഖ്യാപിച്ചു. ഇതൊക്കെ രേഖയാണ് മനുഷ്യന്മാരെ, പച്ച മലയാളാണ്. അൽമുനീർ അർത്ഥം വെക്കാൻ അറബി അറിയണം, അത് നിങ്ങളെ വിടണം. ചന്ദ്രിക മലയാളത്തിലാണ്. ഇത് അർത്ഥം വെക്കാനും ഇതിന്റെ സനത് പരിശോധിക്കാനും പറ്റുമല്ലോ, വന്നോളി. അതിന്റെ കൂടെ മറ്റേ സനതും തരും. ഇത് മലയാള.
നിങ്ങൾ ശംസുലുലമന്റെ കൂടെ ഉണ്ടോ? MDP-കാരാകണങ്ങളെ അത് നിങ്ങൾ മാർക്സിസ്റ്റായിട്ടും കാര്യമല്ല, റെയിൻ ലീഗായിട്ടും കാര്യമല്ല, മുസ്ലിം ലീഗായിട്ടും കാര്യമല്ല, ഒരു ലീഗായിട്ടും കാര്യമല്ല. ആദ്യം മനുഷ്യനാകണ്ടേ, ഏത് ലീഗായാലും. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി MDP-യുടെ ഉപദേശക സമിതി മെമ്പർ ആരാണ്? EK അബൂബക്കർ മുസ്ലി ആരാണെന്ന് 30/4/84 ചന്ദ്രിക. അതുകൊണ്ട് തന്നെ MDP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായപ്പോ സമസ്തന്റെ ആലിമീങ്ങൾ മഞ്ചേരിയിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. സമസ്തന്റെ സമ്മേളനം വിളിക്കേണ്ടത് സമസ്ത സെക്രട്ടറി അല്ലേ? പക്ഷെ ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയ ആൾക്കാരെ പേരില് ഈക്കക്കാര് ആരെ പറയണില്ല, ശംസുലുലമന്റെ പേരില്ല. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് ശൈഖുനാ കോട്ടുമല ഉസ്താദും മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദും മഞ്ചേരിയിൽ യോഗം വിളിച്ചിട്ടുണ്ട്. എന്റെ EK ഉസ്താദ് വിളിച്ചാണ് യോഗോ? നായക്ക് 40 വട്ടം EK അറിയണ നിങ്ങൾ മഞ്ചേരിയിൽ സമസ്ത സമ്മേളനം കൂടിയപ്പോ EK ഉസ്താദിനെ കാണാല്ല. എന്തേ കാരണോ? EK ഉസ്താദാണ് MDP-യുടെ ഉപദേശക സമിതി മെമ്പർ. ആ EK ഉസ്താദിന്റെ ഉപദേശത്തിൽ അത് ഉണ്ടാകുന്നത് 30/4/84 ചന്ദ്രിക ഞാൻ പറയുന്നത്. ഇനി AP ഉസ്താദ് MDP ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന് തെളിവെന്താ? എന്താ അടുത്ത സനത് ക്ലിയറാ? AP ഉസ്താദ് MDP എന്നല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ നേതാവല്ല, കുറെ സ്കൂളും കോളേജും ഉണ്ടാക്കിയ നേതാവാണെന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇസ്ഹാഖ് കുരിക്കൽ. ഏതൊക്കെ മരുന്നുണ്ട് ഞങ്ങളെ ലാപ്ടോപ്പിലേറിയങ്ങള്, വെറുതെ കളി. അപ്പൊ നോക്കാൻ നിങ്ങള് ഇനി പറയണേ, ഇസ്ഹാഖ് കുരിക്കൽ പറയണേ, ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലത്ത് കുറെ മൂല്യന്മാർക്ക്, കുറെ രാഷ്ട്രീയ പാർട്ടിക്ക് മൂല്യന്മാരുണ്ടേനി. ചിലർ MDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിനി. ഇതൊന്നും ഉണ്ടാക്കാതെ AP ഉസ്താദ് കുറെ കോളേജും സ്കൂളും ഉണ്ടാക്കിയത്. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൂല്യന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അന്നൊരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ. അതെ, MDP ഉണ്ടാക്കിയിട്ടില്ല, വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ആര്? മുസ്ലിം ലീഗിന്റെ ഒരുപാട് കാലത്തെ നിയമസഭാ സാമാജികനും അടുത്ത കാലം വരെ മഞ്ചേരി മുനിസിപ്പൽ ചെയർമാനായി ഹൈദരലി തങ്ങൾ പാപ്പ നിശ്ചയിച്ച് ഹൈദരലി തങ്ങൾ പാപ്പാക്ക് വിശ്വസ്തനായ ഇസ്ഹാഖ് കുരിക്കൽ MLA. സനത് അങ്ങനെ തന്നെയാണ് പറയാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട്. അതെ, ഹൈദരലി തങ്ങൾ പാപ്പാക്ക് വിശ്വസ്തനായ ഇസ്ഹാഖ് കുരിക്കൽ. അയാള് പറയാണ് AP ഉസ്താദ് MDP നല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയത് സ്കൂളും കോളേജും ഹോസ്പിറ്റലുമാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാണെങ്കിൽ അമ്മയും പറഞ്ഞോളി, നമുക്ക് പറ്റിയ ഇമാമാ. ഇനി ആരെങ്കിലും ഇവിടെ ഇമാമിനെ മാറ്റിപ്പിടിച്ചിക്കണോ? കിബില മാറ്റിപ്പിടിച്ചാതെ ഇമാമിനെ മാറ്റിപ്പിടിച്ച കുറച്ച് സാധുക്കളുണ്ട് ഇവിടെ എന്നാ കേട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, PTA റഹീം MLA സാഹിബ് മൂപ്പരും പറയുന്ന തന്നെയാണ് AP ഉസ്താദ് ഉണ്ടാക്കിയത് കുറെ സ്കൂളും കോളേജും പരിപാടിയൊക്കെയാണ്. മാത്രമല്ല കേരളയാത്ര, ആ കേരളയാത്ര തുടങ്ങുമ്പോൾ കേരളയാത്രക്കെതിരെ പിത്തനക്ക് വന്ന ആൾക്കാരോട് റഹീം സാഹിബ് പറഞ്ഞത് ഈ യാത്രനെ ചെയ്ത്താമാരല്ലാതെ എതിർക്കൂലാന്നാ. ഇരിക്കട്ടെ, PTA റഹീം സാഹിബ് AP ഉസ്താദ് ഉണ്ടാക്കിയത് എന്താണ് പറയുന്നത്? ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സേവനങ്ങളുമാണ് ഉണ്ടാക്കിയത് എന്ന്. ഇങ്ങനെ വിവിധ റഹീം MLA വളരെ ചെറിയ ഒരു നിലയിൽ നിന്ന്, ഒരു ദർസിൽ നിന്ന് വളർന്നു വന്ന് സമൂഹത്തിന്റെ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ, എല്ലാവിധ പ്രശ്നങ്ങളിലും
ഒരു വാക്ക് പറയാനുള്ള അർഹത അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മർക്കസിൽ ചെന്നാൽ അതിന് ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ കാണാൻ സാധിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ആണ് വസ്തുത. വേറെ ആർക്കും ഇന്നുവരെ അത് സാധിച്ചിട്ടില്ല. സഹോദരന്മാരെ, ഇവിടെ ഇതാണിപ്പോ വിഷയം. AP ഉസ്താദ് ഉണ്ടാക്കിയത് അതാണ്. ഈ പഴയകാല ഫിത്ന ഫസാദ് പറയാ. പിന്നെ എന്താണ് സഹോദരന്മാരെ? പിന്നെ ആകെ പറയുന്നത് മുഖംകടലാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത നേതാവ്. ആ നേതാവിനെ പറ്റി അണികൾ ഇന്ന് പറയുന്നത് റസൂലുള്ളാന്റെ കൽപ്പന ധിക്കരിച്ചു എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവിടുന്നതാ ഒരാളുടെ മുഖത്തടിക്കരുത് എന്ന് പഠിപ്പിച്ച നേതാവാണ്. അതുപോലെ മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി